ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, വീണ്ടും മനോഹരമായ ഒരു നല്ല പ്രഭാതം സ്വർഗത്തിലെ നല്ലവനായ ദൈവം നമുക്ക് എവർക്കും പ്രദാനം ചെയ്തു. ദൈവത്തിൻ്റെ നന്മകളെയും അനുഗ്രഹങ്ങളെയും ഓർത്തുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു ദിവസം ആരംഭിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കിന്ന് പ്രഭാതത്തിൽ ചിന്തിക്കുവാൻ തിരഞ്ഞെടുക്കുന്ന ചിന്ത വിഷയം സത്യം ഗ്രഹിക്കുക, പിന്നെ അങ്ങനെ ജീവിക്കുക എന്നതാണ്. അതിനാസ്പദമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം സങ്കീർത്തനം 119 വാക്യമാണ്. അത് നമ്മോടിങ്ങനെ പറയുന്നു: ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിൻ്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുക. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിൻ്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പലപ്പോഴും പാപകരമാവുന്ന ചിന്തകളും പ്രവൃത്തികളും ജീവിത സാഹചര്യങ്ങളും നമുക്ക് കടന്നു വരിക സാധാരണമാണ്. അത്തരം സന്ദർഭങ്ങളിൽ നാം ദൈവമക്കൾ എന്ന നിലയിൽ നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ സംസാരങ്ങളും അത് എത്രമാത്രം ദൈവസന്നിധിയിൽ അത് നന്മയുള്ളതും വിശുദ്ധവുമാകുന്നു എന്ന് നാം മനസ്സിലാക്കുകയും വേർതിരിക്കുകയും ചെയ്യണമെങ്കിൽ ദൈവത്തിൻ്റെ തിരുവചനത്തിലുള്ള ജ്ഞാനം നമ്മുടെ ഹൃദയങ്ങളിൽ നമുക്ക് സംഗ്രഹിച്ചാൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പലപ്പോഴും സാധാരണ ജീവിതത്തിൽ അനേക മനുഷ്യർ അത് മനസ്സിലാക്കാതെ തങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും വിവിധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുകയും അവരുടെ സംഭാഷണങ്ങളും അവരുടെ മറ്റിടപാടുകളൊക്കെയും അത്തരത്തിൽ ജഡികമായി തീരുന്നതും അതുകൊണ്ടാണ്. കാരണം തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ, സംസാരിക്കുന്ന കാര്യങ്ങൾ എത്രമാത്രം മറ്റുള്ളവർക്കും നമ്മളെ കേൾക്കുന്ന ജനങ്ങൾക്കും ദൈവസന്നിധിയിലും അത് നല്ലതാകുന്നു എന്ന് തിരിച്ചറിയുവാനുള്ള ഒരു ജ്ഞാനം അവർക്ക് ലഭിക്കാത്തത് ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് അവർക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഈ പ്രഭാത ചിന്തയിൽ നാം മനസ്സിലാക്കുന്നത് ദൈവവചനം നാം പഠിക്കുക, ദിനംതോറും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അത് മാറ്റുകയും നാം ഓരോ ദിവസവും ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ നമുക്ക് ആവശ്യമായ ദൈവിക ജ്ഞാനം, ഉപദേശം, അറിവ് നമുക്ക് അതിൽ ലഭിക്കുകയും മാത്രമല്ല ദൈവത്തിൻ്റെ വചനം സ്നേഹമുള്ളതും അത് നന്മ നിറഞ്ഞതും അത് വ്യക്തമായതും മാറ്റമില്ലാത്തതുമാകുന്നു എന്നതുകൊണ്ട് തന്നെ നമുക്ക് ലഭിക്കുന്ന മറ്റ് അറിവുകൾ പോലെയല്ല ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് ലഭിക്കുന്ന അറിവ്. ലോകത്തിൻ്റെ അറിവുകൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. നാം ഇന്ന് കേൾക്കുന്ന ഒരു കാര്യം, നാം ഇന്ന് പഠിക്കുന്ന ഒരു കാര്യം നാളെ മാറ്റമുണ്ടാകാം. കാരണം ഓരോ മനുഷ്യരും ചിന്തിക്കുകയും ഓരോ മനുഷ്യരും പഠിക്കുകയും ചെയ്യുന്നതിന് ഫലമായിട്ട് അവർക്കുണ്ടാവുന്ന അറിവുകൾ സമൂഹത്തിലേക്ക് പങ്കുവയ്ക്കുമ്പോൾ നാം ഇന്ന് മനസ്സിലാക്കുന്ന പല കാര്യങ്ങളും നാളെ തെറ്റാണ് എന്ന് നമുക്ക് തോന്നാം. അല്ലെ, നാം ഇന്ന് മനസ്സിലാക്കിയിട്ടുള്ള പല കാര്യങ്ങളും തെറ്റായിരുന്നു എന്ന് വരുന്നത് പക്ഷേ നമുക്ക് നാളെ മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ദൈവത്തിൻ്റെ വചനം അങ്ങനെയല്ല. അത് നമുക്ക് നൽകിയിരിക്കുന്നത് ഒരിക്കലും മാറ്റമില്ലാത്തതും അത് സുവ്യക്തതും അത് ഏറ്റവും നന്മ നിറഞ്ഞതും അത് സത്യവുമാകുന്നു എന്ന് ദൈവത്തിന് പറയുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ വചനത്തിൽ ആശ്രയിക്കുകയും നമുക്ക് ആവശ്യമായ ജ്ഞാനം, ആവശ്യമായ ബുദ്ധി, ആവശ്യമായ ചിന്താശക്തി നമുക്കതിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഓരോ ദിവസവും നാം ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം എടുക്കേണ്ടതായ തീരുമാനങ്ങൾ, നാം പറയേണ്ടതായ കാര്യങ്ങൾ, നാം ഇടപെടേണ്ടതായ കാര്യങ്ങൾ, നമ്മൾ ഏർപ്പെടുന്ന വിധമായിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ എങ്ങനെയുള്ളതായിരിക്കണം, അത് എത്രമാത്രം നന്മയുള്ളതും നേരുള്ളതും സത്യമുള്ളതുമാകുന്നു എന്നും അതെത്രമാത്രം സമൂഹത്തിനും നമുക്കും ദൈവത്തിനും അല്ലെങ്കിൽ പ്രയോജനമുള്ളതായി തീരണം എന്നും നമുക്ക് മനസ്സിലാക്കുവാൻ ദൈവത്തിൻ്റെ വചനപഠനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് നാം ദിനംതോറും ദൈവത്തിൻ്റെ വചനം പഠിക്കുക മാത്രമല്ല ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർ ആയിരിക്കണം എന്നും ഈ ചിന്ത നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് നാം ഒരു സ്ഥലത്ത് നാം ഏകമായിട്ടോ മറ്റുള്ളവരുമായിട്ടോ ചേർന്നിരുന്ന് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല പ്രാർത്ഥന എന്ന് പറയുന്നത്. നാം ദൈവത്തോട് നമ്മുടെ ഹൃദയം കൊണ്ട് നാം ചെയ്യുന്ന എല്ലാ അപേക്ഷകളും എല്ലാ യാചനകളും നമ്മുടെ ആവശ്യങ്ങൾ നാം ദൈവത്തോട് അറിയിക്കുന്നത് പ്രാർത്ഥന തന്നെയാണ്. അപ്പോൾ നാം ഹൃദയം കൊണ്ട് ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ വരുന്നതാണ്. അപ്പോൾ നാം അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയും പ്രാർത്ഥനയുടെ ഭാഗമാണ്. അതുകൊണ്ട് തീർച്ചയായും നാം ദൈവത്തോട് ദിനംതോറും പ്രാർത്ഥിക്കുന്നവർ, അല്ലെങ്കിൽ ദൈവത്തോട് ദിനംതോറും നാം സംസാരിക്കുന്നവരായിരിക്കുക. മാത്രമല്ല
നമുക്ക് ആവശ്യമാവുന്ന രക്ഷയുടെ വചനം ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ആ രക്ഷയുടെ വചനം നാം ദിനംതോറും നമ്മൾ പഠിക്കുമ്പോൾ, നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, നാം ദൈവത്തോട് സംസാരിക്കുമ്പോൾ നമുക്ക് ആവശ്യമായ ദൈവിക പരിജ്ഞാനം, ദൈവിക ഉപദേശം നമുക്ക് അതിൽ ലഭിക്കുകയും അതിന് പ്രകാരം നമുക്ക് പാപകരമാവുന്ന ഈ ലോകത്ത് പാപം ചെയ്യാതെ നമ്മളെ തന്നെ വേർതിരിച്ചുകൊണ്ട് ദൈവമക്കളായിട്ട് ദൈവിക വിശുദ്ധിയിലും ദൈവവചനത്തിലും അടിയുറച്ച് നമുക്ക് വളരുവാൻ നമ്മളെ സഹായിക്കും. അത് മാത്രമല്ല, പലപ്പോഴും നമുക്ക് സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മോട് ഇടപെടുന്ന, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള, നമ്മുടെ ബന്ധുക്കളായിട്ടുള്ള മറ്റു പല ആൾക്കാരും പലതരത്തിലുള്ള തെറ്റിദ്ധാരണജനകമായ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കാം. ഒരുപക്ഷെ നാം പഠിക്കുന്ന വചനത്തിൽ നിന്നോ നമ്മുടെ വിശ്വാസത്തിൽ നിന്നോ വ്യത്യസ്തമായിട്ട് അവരുടെ കാഴ്ചപ്പാടുകളും അവരുടെ ആദർശങ്ങളും അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള ചിന്തകളൊക്കെ നമ്മളുമായിട്ട് പങ്കുവയ്ക്കും എന്ന് ചിലപ്പം പങ്കുവയ്ക്കുന്ന അനുഭവം ഉണ്ടാവാം. അത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ വിശ്വാസത്തിനും നമ്മുടെ തീരുമാനങ്ങൾക്കും അല്ലെങ്കിൽ നമ്മുടെ വചനത്തിൽ ലഭിക്കുന്ന ജ്ഞാനത്തിനും നാം ഉറപ്പില്ലാത്തവരായി തീരുവാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുന്നുവെങ്കിൽ നാം അതിനെ അതിജീവിക്കുവാനും മറ്റുള്ളവരുടെ തെറ്റിദ്ധാരണജനകമായ വാക്കുകൾ കേട്ടുകൊണ്ട് നാം വചനപഠനത്തിൽ നിന്ന് പിന്മാറുകയോ ദൈവത്തോട് നിരന്തരമായി നമ്മുടെ ബന്ധത്തിൽ നമ്മൾ പിന്മാറുകയോ ചെയ്യുവാൻ ഇടവരാതെ ദൈവവചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദിനംതോറും നമ്മളെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ തിരുവചനം, മാറ്റമില്ലാത്ത തിരുവചനം നാം പഠിക്കുമ്പോൾ തീർച്ചയായും സത്യവും നീതിയും ന്യായവും നമുക്ക് മനസ്സിലാക്കുവാനും അതിലൂടെ നാം ഗ്രഹിക്കുന്ന ജ്ഞാനം നമ്മുടെ ആത്മീയ ജീവിതത്തിന് കൂടുതൽ പ്രയോജനം ലഭിക്കുവാൻ ഇടയായി തീരുകയും ചെയ്യും എന്ന് നാം മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നാം ദൈവവചനം പഠിച്ച് ദിനംതോറും ദൈവിക വചനത്തിലും ദൈവജ്ഞാനത്തിലും വളരുമ്പോൾ നമുക്ക് മാത്രമല്ല നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്കും മറ്റുള്ളവർക്കും അത് പ്രയോജനം ചെയ്യും എന്ന് മനസ്സിലാക്കുന്നു. കാരണം ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഇത്തരം ഗുണങ്ങളാണ് ഒരു സമൂഹത്തിലേക്ക് അത് പരിണമിക്കുന്നതും മറ്റുള്ളവരിലേക്ക് ഒരു മാനസാന്തരം കൊണ്ടുവരുന്നതും. അതുകൊണ്ട് നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നാം ദിനംതോറും ദൈവത്തിൻ്റെ വചനം പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ വചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന രക്ഷയുടെ വചനം അല്ലെങ്കിൽ ദൂത് നാം ഗ്രഹിച്ചുകൊണ്ട് നമ്മളെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിന് വിധേയപ്പെടുത്തി ദിനംതോറും നാം നന്മയിലും വിശ്വാസത്തിലും വളർന്നു വരുവാൻ ഈ ദൈവത്തിൻ്റെ വചനപഠനം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചിന്ത ഞാൻ അവസാനിപ്പിക്കുന്നു. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, നല്ല ദൈവമേ, തിരുനാമത്തിനെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ഒരു നല്ല പ്രഭാതം കൂടി അടിയങ്ങൾക്കോട് ദാനം തെല്ലുവാൻ എൻ്റെ പുനഃകർത്താവ് അവിടുന്ന് അടിയങ്ങളെ സഹായിച്ച കൃപയ്ക്ക് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, അടിയങ്ങൾ അവിടുത്തെ തിരുവചനം ദിനംതോറും പഠിക്കുവാൻ, ഗ്രഹിക്കുവാൻ, സത്യവും നീതിയും ന്യായവും മനസ്സിലാക്കുവാൻ, ദൈവിക ദൂത് ഗ്രഹിച്ചുകൊണ്ട് മറ്റുള്ളവർ അടിയങ്ങളുടെ ജീവിതത്തിൽ, അടിയങ്ങളുടെ വിശ്വാസത്തിൽ, തീരുമാനങ്ങളിൽ ഒരിക്കലും സ്വാധീനം ചെലുത്താതെ മാറ്റമില്ലാത്ത വചനം ഗ്രഹിച്ചുകൊണ്ട് ആത്മാവിൽ ദിനംതോറും വളർന്ന് പാവമില്ലാത്ത ജീവൻ നയിപ്പാൻ അടിയങ്ങളേവരെയും അവിടുന്ന് സഹായിക്കണമേ. അവിടുത്തെ കൃപയിലിടങ്ങളെ കാത്തുകൊള്ളണമേ. ഈ വചനം ശ്രവിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും കൃപയിൽ അവിടുന്ന് കാത്തുകൊള്ളണം. അവിടുത്തെ നന്മകളാൽ വഴി നടത്തണം. മാനവമൊത്ത കർത്താവെ അവിടുന്ന് എടുക്കണം. എല്ലാ അടിയങ്ങൾക്ക് ആ ജീവനെ തന്ന യേശുനാമം ചോദിക്കുമ്പോൾ കൃപയോട് കേൾക്കണം. നല്ല ദൈവമേ, ആമേൻ.